നമസ്കാരം. വർത്തമാന പത്രങ്ങളിൽ ദിനംപ്രതി നിരവധി ചിത്രങ്ങൾ അച്ചടിച്ചു വരാറുണ്ട്. ആ പല ചിത്രങ്ങളും നമ്മൾ മണിക്കൂറുകളോളം ചിലപ്പോൾ നമ്മൾ നോക്കിയിരിക്കും. വളരെ സംഘർഷ ഭൂമിയിൽ നിന്നും വളരെ റിസ്ക് എടുത്ത് ചില ഫോട്ടോഗ്രാഫർമാർ ചില ഫോട്ടോ എടുക്കും. നിമിഷ നേരം കൊണ്ട് മാഞ്ഞു പോകുന്ന ചില ദൃശ്യങ്ങൾ അവർ ക്യാമറയിൽ പകർത്തും. അത് ഇതാ ഒരു പ്രധാനപ്പെട്ട പത്രത്തിൽ, മനോരമ പത്രത്തിൽ ഒരു ചിത്രം അച്ചടിച്ചു വന്നിട്ടുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ അകമ്പടി സേവിക്കുന്ന പോലീസ് വാഹനം ഒരു പ്രതിഷേധകനെ ഇടിച്ച് തള്ളിയിടുകയും അവൻ്റെ കാലിൽ കൂടി വാഹനത്തിൻ്റെ ടയർ കയറ്റി ഇറക്കുകയും ചെയ്യുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. വളരെ നിമിഷ നേരം കൊണ്ട് നടക്കുന്ന സംഭവമാണ്. അതിനെ ഒരു ഫോട്ടോഗ്രാഫർ ശ്രീലക്ഷ്മി ശിവദാസ് എന്ന ഒരു ഫോട്ടോഗ്രാഫറാണ് അത് പകർത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ആദ്യമേ തന്നെ ആ ഫോട്ടോഗ്രാഫറെ അഭിനന്ദിക്കാൻ കഴിയില്ല. അത്ര വളരെ സൂക്ഷ്മമായി കണിശമായിട്ട് ക്ലിക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നത് ആ ഫോട്ടോഗ്രാഫറുടെ കഴിവാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഈ തേര് എഴുന്നള്ളത്ത് AC തേര് 1.5 കോടി രൂപയുടെ അല്ലെങ്കിൽ 1 കോടി രൂപയുടെ, 1.5 കോടി നമ്മൾ പെരുപ്പിച്ച് പറയേണ്ട, 1 കോടിയിലധികം രൂപയുടെ AC നിറച്ച, കക്കൂസ് നിറച്ച, ലിഫ്റ്റ് നിറച്ച ആ തേര് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ പുറകെ പോലീസിൻ്റെ എസ്കോർട്ട് വാഹനം ഈ മുഖ്യമന്ത്രിയുടെ തന്നെ വാഹനം പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പോലീസ് വാഹനങ്ങൾ പിന്നാലെ പോകുന്നുണ്ട്. അതിലൊരു പോലീസ് വാഹനമാണ് റോഡിൻ്റെ വശത്ത് നിന്ന് പ്രതിഷേധിച്ച ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവിനെ ഇടിച്ചു തള്ളിയിടുന്നതും. ഇടിച്ചു ഇടുമ്പോൾ ആദ്യം കാലിൽ കൊണ്ട് കയറ്റുകയാണ് ഉണ്ടായത്. കാലിൽ കയറിയപ്പോൾ അദ്ദേഹത്തിന് ആ വേദന കൊണ്ട് പൊളഞ്ഞപ്പോഴാണ് തോളിൽ വണ്ടി ഇടിച്ച് തള്ളിയിടുന്നത്. അങ്ങനെ അവശനായ റോഡിൽ കിടക്കുമ്പോൾ അടുത്ത പടം രണ്ടാമത് നമ്മൾ വലത് സൈഡിൽ കാണുന്ന പടം ഒന്ന് ശ്രദ്ധിക്കുക. DYFI കാരൻ വന്ന് ആ വീണ് കിടന്ന ആ വണ്ടി കയറ്റി ഇറക്കി പരിക്കേറ്റ് കിടക്കുന്ന, വേദനിച്ച് പൊളയുന്ന ആ യൂത്ത് കോൺഗ്രസ്സുകാരനെ, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ, നമ്മൾ യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്ന് പറയേണ്ട, അയാളൊരു മനുഷ്യനാണ്, ആ ഒരു ചെറുപ്പക്കാരനാണ്. അയാളെ കമ്പി വടി കൊണ്ടടിക്കുകയാണ്. നിങ്ങൾ നോക്കുക, ലാത്തി കൊണ്ട്, പോലീസിന്റെ കയ്യിൽ ലാത്തിയും ചൂരലുമാണുള്ളതെങ്കിൽ DYFIക്കാരൻ്റെ കയ്യിൽ വളരെ ഗുരുതരമായ കമ്പി വടിയാണ്. ആ കമ്പി വടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ കമ്പി വടിയിൽ വാളിൽ പിടിക്കാവുന്നതുപോലെ പിടിയുണ്ട്. എന്നിട്ട് അതിനെ മടക്കി വെക്കാൻ പറ്റുന്ന തരത്തിൽ പോക്കറ്റിലോ പാൻറ് പോക്കറ്റിൽ സൂക്ഷിക്കാം. ആയുധം എന്ന് പോലീസിന് കണ്ടെത്താൻ കഴിയില്ല, ആർക്കും കണ്ടെത്താൻ കഴിയില്ല. അത്യാവശ്യം ഇത് വലിച്ചെടുക്കാം, വലിച്ചു നൂത്തെടുക്കാം. ഇപ്പോൾ ഓൺലൈനിൽ അങ്ങനത്തെ വടി വാങ്ങാൻ കിട്ടും. ഓൺലൈനിൽ തന്നെ അങ്ങനെ വാങ്ങി DYFIക്കാർക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. വളരെ കട്ടിയുള്ള കമ്പിയാണ്. ആ കമ്പി കൊണ്ട് അടി കിട്ടിക്കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അതിൽ നിന്നുള്ള എൻ്റെ പരിക്കിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. അത്ര ക്രൂരമായ മർദ്ദനമാണ് DYFI അഴിച്ചു വിട്ടിരിക്കുന്നതെന്ന് കാണുക. അങ്ങനെ തറയിൽ വീണ് കിടന്ന് പൊളയുന്ന വാഹനം, പോലീസ് വാഹനം ബോധപൂർവം കയറ്റിയിറക്കിയ ഒരു പ്രതിഷേധകൻ വീണ് കിടന്ന് വേദന കൊണ്ട് പൊളയുമ്പോൾ DYFIക്കാരൻ വോളണ്ടിയർ, അതായത് ഈ രാജസദസ്സിന്റെ വോളണ്ടിയർ ആണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ബനിയനും ഈ മുഖ്യമന്ത്രിയുടെ ചിത്രം പതിപ്പിച്ച ബനിയനും വെച്ച് അതിന്റെ മാലയും ഇട്ടുകൊണ്ട് വരുന്ന DYFI ഗുണ്ട കമ്പി കൊണ്ട് അടിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇത് കേരളത്തിന്റെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട എന്താണ് കേരളം എന്നതിൻ്റെ ഒരു നേർസാക്ഷ്യം തന്നെയാണ് ഈ ചിത്രം. സ്വാഭാവികമായിട്ടും ഈ ചിത്രം കേരളത്തെ ജനങ്ങളുടെ മനസ്സിൽ എത്തേണ്ടത് തന്നെ വേണം. കാരണം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കാരണം നിങ്ങൾ രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നത്, തുടർന്നുകൊള്ളൂ എന്ന് പാർട്ടി പ്രവർത്തകരോട് പറയുന്ന ഒരു മുഖ്യമന്ത്രി ഉള്ള കാലത്ത് തൻ്റെ രാജ എഴുന്നള്ളത്ത് ഒരു സർക്കാർ എഴുന്നള്ളത്താണെങ്കിൽ ആ സർക്കാർ എഴുന്നള്ളത്തിനെ സംരക്ഷിക്കേണ്ട പരിപൂർണമായ ചുമതല ആ സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസിനാണ്. ആ പോലീസിന് അതിന് കഴിയില്ല എന്ന് ആ പോലീസിനെ നയിക്കുന്ന ഈ മുഖ്യമന്ത്രിക്ക് തന്നെ തോന്നിയത് കൊണ്ടാണ്, പോലീസിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് DYFIക്കാർക്ക് ഈ ചുമതലയും കൂടി വിട്ടുകൊടുത്തിരിക്കുന്നത്. അത് ഉണ്ടാക്കുന്ന സന്ദേശം, ഇനി വരാൻ പോകുന്ന കാലത്ത് ഉണ്ടാക്കുന്ന സന്ദേശം, ഇപ്പോൾ അത് സൃഷ്ടിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ, ഈ നാട്ടിൽ മുഴുവനും ഈ ലാത്തി ചാർജുകൾ നടന്നുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്ത് പോലും തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ വളരെ ഗുരുതരമായ ഭീകരമായ ലാത്തി ചാർജ് നടന്നു
നടക്കുകയാണ്. ഇതെല്ലാത്തിനും കാരണം ആരാണ്, ആരുടെ നിലപാടുകളാണ്, ആരുടെ അഭിപ്രായങ്ങളാണ് എന്നത് നമ്മൾ കേരള ജനത ചിന്തിക്കേണ്ടതുണ്ട്. ഈ 2 ചിത്രങ്ങൾ, ഇന്ന് പത്രത്തിൽ വന്ന ആ ചിത്രങ്ങൾ എന്നും കേരള ജനതയുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതാണ്.